ഹായ്, SP അരുളാലാണ്. ഒരു പൊളിറ്റിക്കൽ ചോദ്യം ചോദിക്കാനാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണല്ലോ. ഇനിയിപ്പോൾ ഏതാനും ആഴ്ചകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ആ സന്ദർഭത്തിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം നഗരസഭയിലെ 1-ാം വാർഡായിട്ടുള്ള കഴക്കൂട്ടം ഞാൻ കൂടി താമസിക്കുന്ന പ്രദേശമാണ്. അതുമായി ബന്ധപ്പെട്ട് അരയും തലയും മുറുക്കിയ ഒരു പോരാട്ടത്തിന് നമ്മുടെ നാട് കളമൊരുങ്ങുകയാണ്. ഈ കഴക്കൂട്ടം 1-ാം വാർഡിൽ, അതായത് ഇടതുപക്ഷത്തിന് വേണ്ടി എസ് പ്രശാന്തും കോൺഗ്രസിന് വേണ്ടി DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MS അനിൽകുമാറും BJPക്ക് വേണ്ടി അനിൽ എന്ന 3 പേരാണ് ഇവിടെ മത്സരിക്കാൻ നിൽക്കുന്നത്. 1-ാം വാർഡിനെ സംബന്ധിക്കുന്നിടത്തോളം BJPക്ക് വലിയ എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇതുവരെ ആയിട്ടില്ല. ഒരു ഇടതുപക്ഷവും ഒപ്പം തന്നെ കോൺഗ്രസുമായിട്ടുള്ള നേർക്കുനേർ പോരാട്ടം നടക്കുന്ന ഒരു വാർഡാണ്. ഈ വാർഡിലെ ഒരു പൊളിറ്റിക്കൽ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ആര് ജയിക്കും? എന്തുകൊണ്ടാണ് കാൻഡിഡേറ്റ് ജയിക്കുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യത്തെക്കുറിച്ച് കമൻറ്റ് ചെയ്യണം. നമുക്കാര്യം നമ്മൾ ആരും അല്ലല്ലോ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, ജനങ്ങളുടെ മനസ്സാണല്ലോ വോട്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ വോട്ട് സ്വാതന്ത്ര്യമാണെന്നും നിങ്ങൾ എന്തുകൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥിയെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. കാര്യം ആ കമൻറ്റ് നോക്കിയതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ ചെയ്യുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് കഴക്കൂട്ടത്തിൻ്റെ മനസ്സറിയാൻ വേണ്ടി ഒരു പോസ്റ്റ് പോൾ പോലെ തന്നെയാണ് നിങ്ങൾക്ക് ആ 3 സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിട്ട് തോന്നിയിരിക്കുന്നത് ആരെയാണ്, എന്തുകൊണ്ട് ഈ 3 പേരിൽ ആ സ്ഥാനാർത്ഥിക്ക് ഒരു കൗൺസിലിലേക്ക് പോകാനായിട്ടുള്ള ആവശ്യകതയുണ്ട് എന്ന് നിങ്ങൾ വിലയിരുത്തുന്നു എന്നുള്ളത്. അത് രാഷ്ട്രീയമായിരിക്കാം, മറ്റു കാര്യങ്ങളായിരിക്കാം, വ്യക്തിഗുണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ജനങ്ങളോടുള്ള ഇടപെടലായിരിക്കാം. ആ നിലയ്ക്ക് നോക്കുമ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച സ്ഥാനാർത്ഥി ആരാണ്, എന്തുകൊണ്ട് ആ സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങളൊരു കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ, കാര്യം ചില വാർത്തകളൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം കൂടി, ഈ മണ്ഡലത്തിലെ അല്ലെങ്കിൽ ഈ വാർഡിനെ സംബന്ധിക്കുന്നിടത്തോളം ഇവിടുത്തെ ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ വികസനങ്ങളാണ് ഈ വരുന്നവർ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊരു സജഷൻ കൂടി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇതിനോടൊപ്പം തന്നെ അറിയാലോ, ഈ കഴക്കൂട്ടം 1-ാം വാർഡിനെ സംബന്ധിക്കുന്നിടത്തോളം കഴിഞ്ഞ 2 ടേണായിട്ട് ഇടതുപക്ഷം വിജയിക്കുന്നതാണ്. അതിന് മുന്നോടിയായിട്ട് നേരത്തെ പഞ്ചായത്ത് മാറി ആദ്യമായിട്ട് നഗരസഭയിൽ 1-ാം വാർഡായിട്ട് കഴക്കൂട്ടം വന്നതിന് ശേഷം UDF ജയിച്ച വാർഡ് കൂടിയാണ്. അങ്ങനെ അതുകൊണ്ടാണ് 2 പേരും ഈ ഒരു വാർഡിനെ സംബന്ധിക്കുന്നിടത്തോളം വളരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നടത്തുക. കാര്യം ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം പ്രസ്റ്റീജ് വാർഡാണ്, അത് പിടിച്ച് നിലനിർത്തുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ UDFനെ സംബന്ധിക്കുന്നിടത്തോളം MS അനിലിലൂടെ ആ വാർഡ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. BJPയും ശക്തമായിട്ട് രംഗത്തുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ ഒരു മത്സരത്തിൽ, കാര്യം മണ്ഡല പുനഃക്രമീകരണം ഇപ്പോൾ നടന്നതിന് ശേഷം കഴക്കൂട്ടം വാർഡ് 1-ാം വാർഡ് വന്നതിന് ശേഷം ഏകദേശം 9,000-ഓളം വോട്ടർമാരാണ് ഈ വാർഡിനകത്തുള്ളത്. 4,000-ൽ പരം വീടുകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കുറേ ഭാഗം, അതായത് ഇപ്പോഴത്തെ പുനഃക്രമീകരണത്തിന് ശേഷം കുറേ ഭാഗം ചേർത്ത് സൈനിക് സ്കൂളിലേക്ക് പോയതിന് ശേഷമുള്ള പുതിയ വോട്ടർമാരെല്ലാം കൂടി ആര് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, എന്തുകൊണ്ട് ആ സ്ഥാനാർത്ഥിയാകണം, അത് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ചെയ്യുക. പരമാവധി കമൻറ്റ് ചെയ്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മണ്ഡലത്തിൽ വരുത്തേണ്ട അല്ലെങ്കിൽ വാർഡിൽ ആവശ്യമായിട്ട് ജയിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടിയുള്ള സജഷൻ വയ്ക്കണം. അത് എന്താണ് നിലവിൽ കഴക്കൂട്ടത്തിൻ്റെ മനസ്സെന്ന് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ എന്താണ് സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും ആര് ജയിക്കണമെന്നുള്ള ആഗ്രഹവും കമൻറ്റ് ചെയ്യണം, മറക്കല്ലേ.